ലീലാ ടിപ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോപ്പി ഇത് നല്ലപോലെ ഒന്ന് പിടിച്ചങ്ങ് കുടഞ്ഞിട്ടിട്ട് നല്ലപോലെ അങ്ങ് നിരത്തിക്കുക. നമ്മൾ കുറേ കുരുമുളക് ഇരിപ്പുണ്ടായിരുന്നു, എല്ലാം കൂടെ വെയിലുണ്ട് ഇന്ന് നല്ലപോലെ. അപ്പോൾ ആ വെയിലത്ത് നല്ലപോലെ എല്ലാം ഒന്ന് ഉണങ്ങി റെഡിയാക്കി വെക്കാം, ഒന്നുകൂടെ ചൂടാക്കി നല്ല സെറ്റാക്കി വെക്കാം. അമ്മ കുടംപുളി എന്ത് ചെയ്യുക, അതും കൂടെ എടുത്തോണ്ടോ, അതും കൂടെ ഒന്ന് ഈ നല്ല വെയിലുണ്ട് അതും കൂടെ ഒന്ന് ഇട്ടേക്കാം. കട്ടി കുറച്ച് നിർത്തണം കേട്ടോ. അത് നല്ല മുളകായിരുന്നു, അത് നമ്മൾ ഉണങ്ങി വെച്ചിരുന്നതുകൊണ്ടേ ഇപ്പോൾ വെയിലുള്ളപ്പോൾ ഒന്നുകൂടെ എടുത്തിട്ട് നല്ലപോലെ ഉണങ്ങി വെക്കാം. നല്ലപോലെ മൂത്ത മുളകായിരുന്നു കണ്ടോ, മൂത്തതിൻ്റെ എല്ലാം തൊലി അരിയായി. भैया जल्दी जल्दी काम करो. അച്ചമ്മച്ചി തന്നെ അച്ചമ്മച്ചി എടുത്തോണ്ട് വന്നേക്കുന്നേ. ആ കട്ടി കുറച്ച് നിരത്താനല്ലേ. അരേ ജൽദി. ഫോൺ വെച്ച് ചെയ്യുന്നു. നമ്മുടെ ഏത്തക്ക, ഇത് നമ്മുടെ കുറുക്കുണ്ടാക്കാൻ വേണ്ടിയുള്ള ഏത്തക്ക കേട്ടോ, ഉണങ്ങാനിട്ടേക്കുന്നേ. അപ്പുറത്ത് ഇത് പുളി, കുറച്ചേ ഉള്ളൂ പുളി, ഉണങ്ങിയിരിക്കുന്നു. ബാക്കി ഈ ഏത്തക്ക ഇനി കുറുക്കുണ്ടാക്കണം. അത് 3 ദിവസമായി അല്ലേ ചമ്മച്ചി ഇട്ടിട്ട്. ആ ഏത്തക്ക നല്ല വെയിൽ വേണ്ട. ഇപ്പൊ ഇന്നലെ നല്ല വെയിൽ, അത്ര നല്ല വെയിലില്ലായിരുന്നല്ലോ, വെയിലായിരുന്നു. ഇങ്ങനത്തെ നല്ല വെയിലായിരുന്നു. ഇന്നും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാക്കത്തില്ലേ? എന്നാ പിന്നെ ഞാനും കൂടെ കൂടിയേക്കാം. ഞാൻ നിരത്തി നോക്കട്ടെ. ബായി. അതെ എന്നേലും കാണിച്ചു നിരത്താൻ. കാണിച്ചു കൈയും കൊണ്ട് ഇങ്ങനെ നിർത്തിയാൽ മതി. ഇത് നിരത്തി തീർന്നല്ലോ, ഇനി ഞാനവിടെ നിരത്താനാ. കുഞ്ഞി ഭായി ജൽദി കാം കറോ. ജൽദി ജൽദി. ഇവിടെ ഒക്കെ നിരത്തുണ്ടല്ലോ, കട്ടിയാണല്ലോ. ഭായി ഇധർ ഉധർ ജൽദി. അങ്ങനെ പൊടയാ, അങ്ങനെ വലിച്ചു തീർക്കരുതേ. അന്നേരം തെറിച്ചു പോവാ. പൈസ നഹി. തൂ കാം കർദോ. മതി നല്ല വെയിലാ, വെയിലത്തുനിന്ന് കേറി. അയ്യോ അതെ സെറ്റായില്ലേ. ഇനി നമുക്ക് കൊടംപുളിയും കൂടെ ഒരു മുറത്തിലോട്ട് എടുക്കാം. ഭയങ്കര വെയിലത്ത് നമ്മുടെ കൊടംപുളി ഇങ്ങനെ ഇട്ടേക്കുവാ. ഇത് നിരത്തണ്ടേ? അതങ്ങനെ നിരത്തണ്ടല്ലേ? കേറിപ്പോവാ വെയിലടിച്ചിട്ട്. ഇതൊരു കടച്ചക്ക കിട്ടിയതാ. ചക്കയെല്ലാം തീർന്നില്ല, അപ്പൊ ഒരു കടച്ചക്ക കിട്ടിയില്ല. അപ്പൊ കടച്ചക്ക തീയൽ വെക്കാന്ന് ഓർത്ത. അതിനുള്ള തേങ്ങ ഇച്ചിരോടെ ചേരണം. ഇത് പാവയ്ക്കാത്തോരൻ ഇച്ചിരി കയ്പ് കൂടുതൽ, അതുകൊണ്ട് ശകലം തേങ്ങ കടച്ചക്കയ്ക്ക് കയറേണ്ട കൂട്ടും കൂടെ പാവയ്ക്കയ്ക്ക് എടുത്തു. അപ്പൊ ഇനി ഇതിന് കുറച്ചുകൂടി ചേരണം. എന്നിട്ട് തേങ്ങ വറുത്തെടുക്കണം. വറുത്തരച്ച് വെക്കാൻ പോവാ കടച്ചക്ക. നമുക്കേ കുഞ്ഞിയുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നീ കൊണ്ടുപോയിട്ടില്ലായിരുന്നു? ഞാനിപ്പോൾ വിളിച്ചോണ്ട് പോരാ അല്ലേ? അന്നിപ്പോൾ വിളിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞേ ഞങ്ങൾ അവിടെ ഇല്ല, ഞങ്ങൾ വൈഗ ഡാം കാണാൻ പോയേക്കാന്നാ പറഞ്ഞേ കേട്ടോ. അവൻ പറഞ്ഞേ അവനെയും കൊണ്ടുപോകണം, അവൻ്റെ ജീൻസ് ഒക്കെ എടുത്തോണ്ട് അങ്ങോട്ട് എല്ലാം ഒന്നിച്ച് പോകാന്ന് പറഞ്ഞു. ഇവനെ വിളിച്ചാദ്യം, അന്നേരം ഇവൻ പറഞ്ഞു ഞങ്ങള് വൈകയല്ല അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുവാന്ന് പറഞ്ഞു. വിശ്വസിച്ചില്ല, വിശ്വസിക്കാതെ അവന് നമ്മളെ വിളിച്ചത്. പിന്നെ അവരെ വിശ്വസിക്കും, അവനറിയാലോ അവരെ കൊണ്ടാണ് പോകുക. അവനറിയാം. അപ്പൊ മഴ ഏതായാലും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഴയാണ്. വേറെ എന്തോ എടുക്കണോന്ന് പറഞ്ഞില്ലായിരുന്നു? എന്നാ വാങ്ങിക്കാനാ പറഞ്ഞേ? ഇത് ഇവിടുത്തെ ഒരു നല്ലൊരു വളവാ കേട്ടോ. ഒരു എസ് വളവ്, കൂട്ടാറിന് മുകളിലുള്ള ഒരു എസ് വളവാണ്. അതിനാ എസ് പോലെ ഇരിക്കുന്നോണ്ടാ എസ് വളവ് എന്ന് പറഞ്ഞേ. പാഴ്സൽ വന്നേക്കുന്നു, തിരിച്ചു വരുമ്പം കയറാം അല്ലേ? നമുക്ക് കൂട്ടാറിന് നമുക്ക് ഇനിയും പോകേണ്ടത് അല്ലിയാറിനാണ് പോകേണ്ടത്. അല്ലിയാർ പോകുന്ന വഴിക്കാണ് കുഞ്ഞിയുടെ കൂട്ടുകാരൻ്റെ വീട്. അവിടെ ചെന്ന് അവനെ കൂടെ കൂട്ടിക്കൊണ്ട് വരാം.
മഴയില്ലായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവരുടെ അവിടെ ഒരു ആറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലേ, അവിടെ ഒന്ന് പോയായിരുന്നു. പോപ്പി, നീ മുമ്പ് ഇവനെ കൊണ്ട് വിട്ടിട്ട് വന്നു വണ്ടിയുടെ ചാർജ് തീർന്നു അല്ലേ? തള്ളിക്കൊണ്ടാണോ വന്നേ? നീ കുഞ്ഞിയുടെ അങ്ങനെ നമ്മൾ കുഞ്ഞിയുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ വന്നു. ഇഷ്ടംപോലെ പൂവൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ കുഞ്ഞി എന്നാ ഇത്, കുഞ്ഞി നമ്മൾ വന്നപ്പോഴത്തേക്കിനും മഴ പെയ്യുന്നതുകൊണ്ട് ഓടി വന്ന് വണ്ടിക്കകത്ത് കയറി. പോയേക്കാം, ഞങ്ങൾ വൈകിക്ക് പോയായിരുന്നു കേട്ടോ, പോയിട്ട് വന്നാ കേട്ടോ. എന്നാ പണിയായിരുന്നു കുഞ്ഞി? കളിക്കുമായിരുന്നു. ആരാ ഉണ്ടായിരുന്നു വേറെ? വേറെ ഞാന്, കാർത്തി, പിന്നെ അവിടെ കുറെ പേരുണ്ടായിരുന്നു. അവിടെ ഇഷ്ടം പോലെ കളിക്കാൻ കൂട്ടുകാരുണ്ടല്ലേ? ആ. റോഡിലായിരുന്നു തോന്നുന്നല്ലോ എല്ലാരും ഇവിടെ. ആ. എന്നാ കളിയായിരുന്നു? ഫുട്ബോളോ? ആ, ഫുട്ബോൾ കളിക്കും. കാർത്തി പുതിയ സ്കൂളിലൊക്കെ ചെന്ന് കയറി ഫുട്ബോൾ കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ആ, ഇവിടെ ഉണ്ട്, വലിയ ഇതിലെല്ലാം ഉണ്ട്. കാർത്തിക്ക് ഫുട്ബോളാണ് ഇഷ്ടം. ആ. നിനക്കെന്താ ഇഷ്ടം? ഞാനും നേരത്തെ അതിനല്ലേ പോയിക്കൊണ്ടിരുന്നു. കുഞ്ഞിക്ക് പോകുന്നു, സ്കൂളിൽ മാറിയാ കൊള്ളാവുന്നുണ്ട്. മാറണം. ഇനിയിപ്പോ ഇത്ര ആയില്ലേ, അടുത്ത വർഷത്തന്നെ മാറാൻ പറ്റും. അങ്ങനൊന്നും ഇല്ല, മാറാനൊക്കെ പറ്റും. തുലാമഴ തുടങ്ങി കേട്ടോ. ഇന്നലെയൊക്കെ എന്നെ ഇടിയായിരുന്നല്ലേ? ഇന്നലെ ഭയങ്കര ഇടിയായിരുന്നു. ഇന്നലെ പെയ്തില്ല, പക്ഷെ ഇന്നിപ്പം പെയ്യുന്നുണ്ട്. ഇടി വലിയ കാര്യമായിട്ടില്ലായിരുന്നു, എന്നേരം മഴ പെയ്യുന്നുണ്ട്. ആ. രാത്രി മഴയും, കുഞ്ഞു പറഞ്ഞല്ലോ രാത്രി മഴയും പകല് വെയിലുവാ. തൂക്കോലമൊക്കെ മഴയാന്ന് തോന്നുന്നു കേട്ടോ. തോന്നുന്നു. എന്നാ സാധനം വാങ്ങിക്കാനാ? സപ്ലൈകോയിലൊന്ന് കയറണം, കഴിഞ്ഞ മാസം പോയില്ലല്ലോ. അത് കൊള്ളാം. അപ്പൊ ഈ മാസം പോയി അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. അങ്ങനെ നമ്മള് തൂക്കുപാലത്ത് സപ്ലൈകോയിൽ വന്നു കേട്ടോ. ഇവിടെ ഇറങ്ങി അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് വാങ്ങിച്ചു. എങ്ങനെ ഇറങ്ങി വന്ന് മഴയാണല്ലോ. പിടിച്ചോല്ലോ, അങ്ങോട്ട് കയറുന്ന വഴിയെല്ലാം കുഴിയാക്കിയിട്ടേക്കോ. സപ്ലൈകോയിൽ മൊത്തം ഇതേന്റെ ബായിമാരിയ്ക്കുന്നു. അവർക്ക് സാധനം വാങ്ങിക്കണ്ടേ? മഴ തകർത്ത് പെയ്യുക. നാട്ടിലൊക്കെ മഴയാന്ന് തോന്നുന്നല്ലേ? ഇനിയിപ്പം മഴക്കാലം കഴിഞ്ഞിട്ട് മഴ വന്നുകൊണ്ടിരിക്കുന്നു. ഈ വർഷം മഴ കൂടുതലാണ്. ഈ വർഷം ഇപ്പം 7 മാസം 6 മാസം 7 മാസമായി മഴ ഇങ്ങനെ പെയ്യാൻ തുടങ്ങിയിട്ട്. ന്യൂനമർദ്ദമായിട്ടും ഇനിയിപ്പോൾ ഇത് തുലാമഴയാണ് പെയ്യുന്നത്. തുലാമഴ എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞാൽ പെയ്യാന്ന് പറയുന്നത്. ഉച്ച കഴിയുമ്പോഴത്തേക്കിനും ഇതിപ്പം കുറച്ച് നാളുകൂടെ കാണാം, അതുകൂടെ കഴിയുമ്പം പിന്നെ മഴ കാണത്തില്ലായിരിക്കും. അങ്ങനെ നമ്മള് ഒരു സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു കേട്ടോ. നല്ല മഴയാ. കുഞ്ഞേ, എങ്ങനെ ഉണ്ടായിരുന്നു സപ്ലൈകോയി? സപ്ലൈകോയി കൊള്ളായിരുന്നു, കുറെ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ആണോ? നല്ല തിരക്കാണല്ലോ. അതെ അതെ. ഞായറാഴ്ചയല്ലേ, തൂക്കുപാലത്ത് ചന്തയാ. ഞായറാഴ്ച ദിവസം തൂക്കുപാലം ചന്തയാ, അതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. മഴയാണേലും ആണല്ലോ കേട്ടോ, ഇഷ്ടം പോലെ. ഞായറാഴ്ച ദിവസം അല്ലേ സമയം. ഇഷ്ടം പോലെ കപ്പയൊക്കെ വെച്ചേക്കുന്നത്. അതെ, നല്ല കപ്പ ഇരിക്കുന്നേ. എന്നും വരുന്നോണ്ടേ ചേട്ടാച്ചന് എക്സ്പീരിയൻസ് കാണും തിരക്കേ. അതെ അതെ. ഈ വലത്തെ സൈഡിലാ കേട്ടോ അവന്റെ ജിമ്മ്. ആ അതെ, അതിന്റെ മണ്ടയിൽ അങ്ങോട്ട് ചെല്ലുമ്പോ കാണാം. ആ കാണുന്നുണ്ടോ മണ്ടയില്? അതാണ് ജിമ്മ്. നാളെ വന്നപ്പോ അമ്മയെ കാണിച്ചു കൊടുത്ത ആളാ. ആ അതെ, ഓളാൻ പറഞ്ഞതാ. പ്രായമാകും തോറും ഓർമ്മ കുറയുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ. പിന്നെ എന്ന് പറഞ്ഞാ 5 6 അല്ലല്ലോ വയസ്സ് എനിക്ക്. അത് ശരിയാ. ഞാൻ പറഞ്ഞ ഒന്നും മഴയത്താ ബൈക്കിലൊക്കെ എന്നെ പോക്കാ പോകുന്നത്. നമുക്കൊരു എതിരാളി ബ്ലാക്ക് അല്ലേ? കോളിസ് മിസ്റ്റ് ലിമിറ്റഡ് എഡിഷൻ. കുഞ്ഞേ, സ്വർഗത്തിലേക്ക് കിടക്കുന്നു. ആണോ? മഴയും പിടിച്ച റോഡ് സൈഡിൽ ഒരു പൂച്ചക്കുഞ്ഞിരിക്കുന്നു. ഇതുണ്ടോ, ഇത് കാറ്റാടിപ്പാടം പോയിട്ട് ഇറങ്ങി വരുന്ന വണ്ടിയാ. മഴ എന്തായാലും മഴ എങ്ങ് തൂളിയപ്പോഴത്തേക്കിനുമേ മഞ്ഞ് കയറാൻ തുടങ്ങി. എല്ലാരും വൈബ് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ആണോ? നല്ല ഡേഞ്ചർ വഴിയാ കേട്ടോ. വണ്ടി ഇറങ്ങി വന്നാൽ സൈഡ് കൊടുക്കാനൊന്നും ഇടയില്ല.
2-3 ദിവസമേ അടുപ്പിച്ച് അവധി. കഴിഞ്ഞ ആഴ്ച ഫുള്ള് അവധിയായിരുന്നത് കൊണ്ട് നല്ല തിരക്കായിരുന്നു. ഇന്നുകൊണ്ട് തിരക്കൊക്കെ തീർന്നു കാണുമായിരിക്കും. ഇവിടെ ഒരു കടയുണ്ട്, കട്ടനും എന്നാ കാറ്റും കട്ടനും എന്നാ വെച്ചേ കട്ടനും കാറ്റും കട്ടനും കാറ്റും. ഇഷ്ടം പോലെ വണ്ടി കയറി വരുന്നുണ്ട് കേട്ടോ. പുറകിലൊക്കെ വണ്ടിയുണ്ട്, പുറകെ നിറച്ച് വണ്ടിയാ. അങ്ങനെ നമ്മൾ കാറ്റാടിപ്പാടത്തേക്ക് എത്തിയിരിക്കുന്നു. ഒന്നും കാണത്തില്ലല്ലോ മഞ്ഞ് കാരണം. മഞ്ഞ സ്വർഗം. സ്വർഗത്തിൽ മഞ്ഞാണോടാ? അതൊന്നും അറിയത്തില്ല, പറഞ്ഞു കേട്ടുള്ള അറിവാ. കട്ടനും കാറ്റും ഒക്കെ തുറന്നിട്ടുണ്ട്. ഇതിപ്പോ എങ്ങോട്ട് നോക്കിയാലും മഞ്ഞ് മാത്രമുള്ളല്ലോ കാണാൻ. താഴെ ഒന്നും കാണാനില്ല. അയ്യോ വൈബേ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പോ താഴോട്ട് ഫുള്ള് കാണാവുന്നതല്ലേ മരങ്ങള്. മഴ ആയതുകൊണ്ടൊന്നും കാണാനില്ല. മഴ ആയതുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല, ഒന്നും കാണത്തില്ല. ഇവിടെ കേറാൻ ചെള്ള അപ്പുറത്ത് കേറാം അല്ലേ കാറ്റാടിയുടെ അടുത്ത്. കാറ്റെടുത്ത് പോകണല്ലേ, ചുമ്മാ ഒന്ന് പോയിട്ട് പോവാം. വണ്ടിയെന്ന് ഇറങ്ങാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു, എന്നാലും പോയിട്ട് പോകാം. കൊള്ളാലോ, നല്ല വണ്ടിയാണല്ലോ. നല്ല കളറല്ലേ. പിള്ളേർ എന്റെ കർത്താവേ, ഇവിടെ നിന്ന് കാറ്റാടിയൊക്കെ ഇതിലേ പോയി. അവിടെ ഉണ്ടല്ലേ, മഞ്ഞ കാരണം കാണത്തില്ലല്ലേ. കാറ്റാടി പോലും കാണാൻ പറ്റുന്നില്ല. അതേ കാണുന്നുണ്ട്. എന്തായാലും തിരിച്ചു പോയാലും നഷ്ടമായേനെ. അതെ, ആണോ? ഈ വഴി വരാതെ പോയാലും അവിടം വരെ കേറിയിട്ട് പോവാല്ലേ. വന്നല്ലേ, വന്ന സ്ഥിതിക്ക് ഒന്ന് കയറി വെച്ച് പോവാം. ഇത് ഫുള്ള് തിരക്ക് കഴിഞ്ഞത് കൊണ്ടേ എല്ലാം ചെള്ളയായി കിടക്കുന്നുണ്ടോ. വലിയ കാറ്റില്ലെന്ന് തോന്നല്ലേ. ഇറങ്ങിക്കഴിയുമ്പോ അറിയാം. അടിച്ച് പറത്തിക്കൊണ്ട് പോവായിരിക്കും വണ്ടിക്കകത്തിരുന്നിട്ട് കാറ്റില്ലെന്ന്. അതെ, 2-3 ദിവസം ഇതിലൂടെ എന്ത് ടൂറിസ്റ്റ് വണ്ടിയായിരുന്നു നമ്മുടെ റോഡെ. നിങ്ങൾ ഇതിലെ വരുമ്പോഴേ എപ്പോഴും പറയല്ലേ അവിടെ കാണാം ഇവിടെ കാണാം. ഇപ്പൊ എവിടെയും കാണാം. അതെ, ഇപ്പൊ ഒരെണ്ണം കാണത്തില്ല. വഴിയുണ്ടെന്ന് പോലും അറിയത്തില്ലല്ലോ ഇത്. വഴിയുണ്ടെന്ന് പോലും അറിയത്തില്ല ഇത്. ഒന്നും അറിയത്തില്ല. ഇറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ എന്തായാലും മഞ്ഞയും കാറ്റും ഒക്കെ കൊള്ളാം. മഴ പെയ്യുന്നു. നല്ല അടിപൊളി വൈബാ കേട്ടോ. കൊട തോർത്താ കൊട പറന്നു പോവുള്ളൂ. കൊടയൊക്കെ പോകും, കൊടയൊക്കെ നിന്നാ എങ്ങനുണ്ട്? ഹലോ, ഇത് ഈ കന്നിമാസത്തിലൊക്കെ ഈ കാലാവസ്ഥ അല്ലേ? എനിക്കങ്ങ് നല്ലപോലെ ഇഷ്ടപ്പെട്ടോ. തണുക്കുന്നുണ്ടോ? ഒന്നും കാണത്തില്ലേ. ഒന്നുമില്ല. നോക്കി താഴോട്ട് നോക്കിയേ. കുഞ്ഞു പറഞ്ഞ പോലെ സ്വർഗം പോലെ ഉണ്ട് കുഞ്ഞ്. താഴോട്ട് നോക്കുമ്പോ ഒന്നും ആടിയാലോ. അതെ, ചിലപ്പോ സ്വർഗത്തിൽ പെട്ടെന്ന് ചെല്ലും. ചൂട് കടുങ്കാപ്പിയും കൂടെ കൊണ്ടുവരേണ്ടതായിരുന്നു. അടിപൊളി. തണുത്തിട്ട് പല്ല് പൊട്ടി. വർത്താനം പറയത്തില്ല, പല്ല് കൂട്ടി അടിക്കുന്നു. ഞങ്ങള് നനയാതിരിക്കാൻ കൊട പിടിച്ച, പക്ഷെ കൊടയൊക്കെ പറന്നു പോകുന്നു. കൊട വേറെ എടുത്ത് പിടിച്ചാ മതി. കാറ്റ് ഇങ്ങോട്ട് വരുമ്പോ നല്ല കാറ്റല്ലേ. നിനക്ക് നടക്കുന്നില്ലേ ഒപ്പി? നമുക്ക് പതുക്കെ ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത സ്പോട്ടിലോട്ട് പോയാലോ? പോയേക്കാം. കുറച്ചു നേരം നിന്ന് അവിടെ വിറച്ചു വിറച്ചിട്ട് പിന്നെ നടക്കാൻ വരുന്ന കേറിക്കോ. മൊത്തം മഞ്ഞ് മൂടി കേട്ടോ. ചാറ്റ മഴയും അടിപൊളി തണുപ്പ്. ലൈറ്റ് വെട്ടം പോലും കാണാനില്ല. എന്നതാണ് അമ്മ നോക്കുന്നേ? ഞങ്ങൾ സാധനങ്ങളെല്ലാം പെറുക്കി വെക്കുമായിരുന്നു. സപ്ലൈകോയിലെ ബില്ലായത്. അതൊക്കെ ഒന്ന് കണ്ട് തൃപ്തിയാവുകയായിരുന്നു. വിലയാ നോക്കിയത്, കാണുന്നില്ല. ഇതിന്റെ എവിടെയോ ഉണ്ട്, എന്ന് കണ്ടുപിടിക്കണം. എന്തിയെ ഞാൻ വാങ്ങിച്ചൊക്കെ? എന്തിയെ ഞാൻ വാങ്ങിച്ച സാധനമൊക്കെ ഉള്ളുണ്ടാക്കിയോ? അല്ലല്ല, കൊറേ ഉണ്ട്. ഇതെല്ലാം ഒന്ന് പെറുക്കി ഒതുക്കി വെക്കണം. നാളത്തേക്കെല്ലാം സെറ്റ് ആക്കണം. നാളെ ക്ലാസ് ഉണ്ടല്ലോ. ഉണ്ട്. അവിടെ ഭയങ്കര പാക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ടാണോ? പാക്കിംഗ് ഇവിടെ നോക്കിക്കാണ്. കുഞ്ഞി, ഇനിയും കുറെ സാധനം കൂടെ പാക്ക് ചെയ്യാനുണ്ട് കേട്ടോ. ശർക്കര വരട്ടിയുണ്ട്, ഉപ്പേരിയുണ്ട്,
പിന്നെ നമ്മളെ ഏത്തക്കാപ്പൊടി ഉണ്ടോ, പൊടി അതൊന്ന് പൊടിച്ചു വെച്ചാ 1 കിലോ ഉണ്ട്. 1 കിലോ ഉണ്ട് കിട്ടി. എത്ര കിലോ പൊടിച്ചിട്ട് 1 കിലോ കിട്ടി? ചമ്മച്ചോടി ചോദിച്ചാൽ എത്ര കിലോ പൊടിച്ചതെന്ന്. 20. എത്ര കിലോ അമ്മ കാ പൊടിച്ചത്? 27 കാ പൊടിച്ചിട്ട് 1 കിലോ കിട്ടി. 1 കിലോ. ഒരു 4 കിലോ 5 കിലോ ഒക്കെ വേണം. ഉണങ്ങി കഴിയുമ്പോഴത്തേക്കിനും ഇതിന്റെ വെള്ളമെല്ലാം പോയി നല്ല പൊടിയാകുകയല്ലേ. അപ്പൊ പൊടിയാകുമ്പോൾ തൂക്കം കുറയും. ഇന്നലെ അമ്മ വൈകുന്നേരത്തെ സ്പെഷ്യലൊക്കെ ഇന്ന് കടച്ചക്ക തീയല്. ഇത് കപ്പ. കപ്പ പാൽക്കപ്പയാണ്. പാൽക്കപ്പ ആണോ? പാലല്ല, തേങ്ങ ചിരണ്ടിയിട്ട് സവോളയും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് റെഡിയാക്കി. എണ്ണയും ചേർത്തു. ഇതന്നെ തോരൻ, പാവയ്ക്ക. പാവയ്ക്ക. അപ്പോൾ അടിപൊളി ഫുഡാട്ടോ. വൈകിട്ട് ഇത്രയൊക്കെ മതിയില്ലേ? പിന്നെ എമ്പടി ധാരാളം. ഇത് തന്നെ കൂടുതലാ. ഉപ്പും കൂടി ഇട്ടോ. ഇച്ചിരി അച്ചാറും കൂടി ആയാലോ? ഓ വേണ്ട, ഇത് മതി. എന്നാ പോപ്പി? എന്നെ ഒന്ന് അവന് തെളിയാത്ത ഇവിടെ അല്ല, അവൻ വേറെ ഏതോ സ്ഥലത്താ. അവന്റെ ചിന്ത ഇവിടെ എങ്ങും അല്ല. എന്തുവാണേ? ഞാനൊരു റോൾസ് റോയ്സ് എടുത്താലും ഇച്ചിരി കുറഞ്ഞു പോയില്ലേ? ഇല്ല, ഒരു കുറവുമില്ല. ആ കബോർഡിനകത്ത് ഇരിപ്പുണ്ട്, പോയെടുത്തു. റോൾസ് റോയ്സ് അല്ലേ? അതെന്റെ അല്ലേ? അതൊന്നും അല്ല, ആഗ്രഹങ്ങൾ എപ്പോഴും നല്ലതാണ്. അതെ അതെ, ആഗ്രഹിച്ചു കിട്ടും. സ്വപ്നം കണ്ടോണ്ടേയിരിക്കണം. ആഗ്രഹമൊന്നും അല്ല, അത് എടുക്കണം. സ്വപ്നം കണ്ടോണ്ടിരിക്കും. അതെ അതെ അതെ, കണ്ടോണ്ടിരുന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നല്ലാതെ. നമ്മള് സൂപ്പർ കടച്ചക്ക ആയിരുന്നു കേട്ടോ. നല്ല സാധനം, നല്ലായിരുന്നു. ബിന്ദു കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീണ്ടും കാണാം.